Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗ് പെർഫോമൻസും കുറച്ച് സ്റ്റോക്കുകളുടെ പെർഫോമൻസാണ് കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബൈയുടെ കണ്ടിന്യൂഷനിലാണ് ഇന്ന് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പം ഇത് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂഷൻ മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലെ ലൈനാണ് വെർട്ടിക്കൽ ലൈനാണ് ഡേ സെപ്പറേഷൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടോ ഇന്നലത്തെ ആ ബൈയുടെ കണ്ടിന്യൂഷൻ ഇന്നലെ നല്ലൊരു ട്രെൻഡ് ആയിരുന്നു. കോൾ സൈഡ് മാത്രമാണ് നമുക്ക് ആ ഒരു ട്രേഡ് വന്നത്. ആ ഒരൊറ്റ ട്രേഡിലാണ് മാർക്കറ്റ് അത്രയും കയറിയത്. ഇന്ന് മാർക്കറ്റ് നോക്കിയാൽ ആ ഒരു ബൈ ട്രെൻഡ് കണ്ടിന്യൂഷൻ പോയി. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഇത്ര നോക്കിയാൽ മതി. ഇവിടെ പിന്നെ ഒരു ബൈ വരേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ബൈ നിൽക്കുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഈ റെഡ് സ്റ്റാർ കണ്ട അത് റെസിസ്റ്റൻസ് ആണ്, അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുക. കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ നിങ്ങൾ ഇത്രയും നോക്കിയാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോൾ സൈഡ് എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈമിൽ അതിൻ്റെ ഓപ്ഷൻ കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ എടുക്കുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരിക്കാം. ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിഫ്റ്റിയും അതുപോലെ തന്നെയാണ്. നിഫ്റ്റി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ വൈസ് നോക്കിയേ ആ ഒരു ബൈ ട്രെൻഡ് അതേ സെയിം ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ താഴെ ഒരു ഓപ്ഷൻ ചാർട്ട് എടുത്തിരിക്കുന്നുണ്ടോ. ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ആ ടൈമിൽ ആ ഒരു അതായത് ഇന്ന് രാവിലെ നമുക്ക് ഡയറക്റ്റ് എൻട്രി നമുക്ക് ഓപ്ഷൻ സൈഡിൽ ഓപ്ഷൻ്റെ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സാമ്പിൾ ഞാൻ എടുത്തിട്ട് 25,900 കേട്ടോ. അവിടെ നമുക്ക് ട്രേഡ് വന്നത് 412. നമുക്ക് ഇത് ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രൈക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. അതിൽ അതേ ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. റെസിസ്റ്റൻസിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറിപ്പോവും. ഇനി നമുക്ക് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന അദാനി പോർട്ടാണ്. അദാനി പോർട്ടിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു 10:45 10:39 നമുക്കൊരു ബൈ വന്ന് കിടപ്പുണ്ട്. താഴെ ബാറും പ്രൈസ് സോണൊക്കെ കൺഫേം ആണ്. നമ്മുടെ ബൈ കൺഫർമേഷൻ ആയർ വന്ന ശേഷം താഴത്തെ ബാറും പ്രൈസ് സോണുമാണ്. 1509 വന്ന ട്രേഡാണ്. ഇത് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് ടാർഗറ്റ് 1512 ആയിരുന്നു. ഇനി 14 ഇനി 17 ഇങ്ങനെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. സൊമാറ്റോ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലത്തെ ഒരു സെല്ലായിരുന്നു. അത് സപ്പോർട്ട് എടുത്ത് വരുന്ന സെല്ല് ആയതുകൊണ്ട് തന്നെ താഴത്തെ ബാറില്ലെങ്കിലും പ്രൈസ് സോൺ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സെൽ സോണിലായിരുന്നു 305 വന്ന ട്രേഡ് ടാർഗറ്റ് എല്ലാം 3 ടാർഗറ്റ് വെച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ ജുബിലിയൻ ഫുഡ് നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ നമുക്ക് രാവിലെ ബൈ വന്നിരിക്കുന്ന 607 കൺഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നുള്ള താഴത്തെ ബാറും പ്രൈസ് സോണാണ് നമ്മുടെ ബൈയുടെ കൺഫർമേഷൻ. 9:19 വന്ന ട്രേഡ് 3 ടാർഗറ്റ് പഠിച്ച് ഇത് ജുബിലിയൻ ഫുഡാണ്. ബജാജ് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ബൈ ട്രെൻഡ് നല്ല രീതിയിൽ ഇന്നലെ മാർക്കറ്റ് കയറി. ഇന്നും ആ ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി. കണ്ട റെസിസ്റ്റൻസ് എടുത്തത് കാരണം നമുക്ക് രാവിലെ ഒരു ബൈ എടുക്കായിരുന്നു. BPCL നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിലോട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. രാവിലെ 365 വന്ന ട്രേഡാണ്. അതും നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി ഞാൻ ആദ്യം കാണിച്ച നിഫ്റ്റി നമുക്ക് ഇതുപോലെ ചാർട്ട് ഇങ്ങനെ ആഡ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാർട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ വരും. അലേർട്ട് വരുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും. നമ്മൾ എത്ര ചാർട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൽ ഏതിൽ സിഗ്നൽ വന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.